സമ്മർദ്ദത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്ന ചോദ്യത്തിന് സമ്മർദ്ദത്തിൽ രാഷ്ട്രീയം തന്നെയാണ് എന്നതാണ് എൻ്റെ നിലപാട്. നോക്കൂ, നിങ്ങളുടെ അച്ഛനെ ബെറേറ്റ എം 1934 പിസ്റ്റൾ വെച്ച് വെടിവെച്ചു കൊന്നിട്ട്, നിങ്ങളുടെ അമ്മയെ തല്ലിക്കൊന്നിട്ട്, നിങ്ങളുടെ കുടുംബം ഒരാഴ്ചത്തേക്ക് നടത്താൻ വേണ്ടി മാത്രം നിങ്ങൾ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ മൂത്ത ചേച്ചി വന്ന് നിങ്ങളടുത്ത് നിങ്ങൾ തല്ലിക്കൊന്ന അമ്മയെക്കുറിച്ച്, നിങ്ങൾ വെടിവെച്ചു കൊന്ന അച്ഛൻ്റെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾ പുറത്തിറങ്ങി നിന്ന് അമ്മയെ ജയിക്കണമെന്ന് പറയൂ എന്ന് പറഞ്ഞാൽ അത് പറയാൻ സൗകര്യമില്ല എന്നാണ് കേരളത്തിൽ എഴുന്നേറ്റ് നിന്ന് ആർജവം കാണിച്ച അധ്യാപിക. ആ അധ്യാപികയ്ക്കൊപ്പമാണ് ഈ മീറ്റ് ദി എഡിറ്റേഴ്സിൽ ഞാൻ എൻ്റെ നിലപാട് പ്രഖ്യാപിക്കുന്നത്. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 51A പ്രകാരം ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെക്കുറിച്ചും ആ ആശയങ്ങളെയും സ്ഥാപനങ്ങളെക്കുറിച്ചും ഞാൻ ബഹുമാന പുരസ്സരം എൻ്റെ കർത്തവ്യം നിർവഹിച്ചു കൊള്ളണമെന്നും അതിനെ ആദരവോടുകൂടി കാണണമെന്നുമാണ് എൻ്റെ കർത്തവ്യം. ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ആശയങ്ങളും കാറ്റിൽ പറത്തുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിക്ക് എൻ്റെ രാജ്യത്തെ ഭാരത് മാതാവായി കണക്കാക്കിക്കൊണ്ട് കീജി വിളിക്കണമെന്ന് എന്നോട് സമ്മർദ്ദം ചെലുത്താനുള്ള ഒരവകാശവുമില്ല എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ നിലപാട്. ഈ വിഷയത്തിൽ മറ്റൊരു വിഷയമായ NITയിലെ വിഷയം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് ഇത് മനസ്സിലാവുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാവണം, ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു ശാസ്ത്ര സാങ്കേതിക സ്ഥാപനത്തിലാണ്. NITയിലെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫസറായ ഡോക്ടർ ഷൈജ ആണ്ടവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ചെറുപ്പക്കാരടങ്ങിയിരിക്കുന്ന ഒരു വേദിയിലാണ് എന്നതാണ്. ഇത് രണ്ടും പ്രസക്തമാകുന്നത് എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ രാജ്യത്തെ കഴിഞ്ഞ 100 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് എന്നായിരുന്നു. ആ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടക്കേണ്ട വർഷമായിരുന്നു 2024 ജനുവരി മാസം 3-ാം തീയതി. അത് അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചു. ശാസ്ത്രീയമായ മാനവികതയും സയൻറ്റിഫിക് ടെമ്പറിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറും. ആ സമൂഹത്തിൽ പിന്നെ വിശ്വാസങ്ങളെയും വൈകാരികങ്ങളായിട്ടുള്ള മുദ്രാവാക്യങ്ങൾക്കുമാണ് ഇടമുണ്ടാവുക. എന്നെ ഭയപ്പെടുത്തുന്നത് ഈ മീനാക്ഷി ലേഖിയുടെ മുദ്രാവാക്യമല്ല. അതിനേക്കാൾ എന്നെ ഭയപ്പെടുത്തുന്നത് മീനാക്ഷി ലേഖി ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കാൻ ആവശ്യപ്പെടുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അച്ഛനെ വെടിവെച്ചു കൊന്ന് അമ്മയെ തല്ലിക്കൊന്നിട്ട് അമ്മ ജയിക്കട്ടെ എന്ന് നിങ്ങളുടെ മക്കളോട് വിളിച്ചു പറയുമ്പോൾ അങ്ങനെ പറയാൻ നിർബന്ധിതരായി വശംവദരായി ഭാരത് മാതാ കീ ജയ് എന്ന് കൂടെ വിളിച്ച മനുഷ്യരാണ്. ആ മനുഷ്യരാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. അതിൻ്റെ കാരണം എന്തെന്നാൽ ഈ ഫാസിസം പ്രവർത്തിക്കുന്നത് വളരെ നിസ്സഹായരായ മനുഷ്യരിലൂടെയാണ് ആദ്യഘട്ടത്തിൽ. അവർ പിന്നീട് ഫാസിസ്റ്റ് കോട്ടകളിൽ, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കാവൽക്കാരായി വരും എന്നതാണ് ചരിത്രം പറയുന്നത്. കൂലിവേലയ്ക്ക് പണിയെടുത്തു തുടങ്ങുന്ന നിസ്സഹായരായ മനുഷ്യർ, മുദ്രാവാക്യങ്ങൾക്ക് ഉയർത്തുന്നവർ, നാസി തടങ്കൽ പാടയങ്ങളിൽ നാളെ കാവലാളികളായി ഫാസിസ്റ്റ് സംഘങ്ങളുടെ സൈന്യങ്ങളിൽ ചേരാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് ഈ മുദ്രാവാക്യം വിളിച്ചവരിൽ ഏറെയും എന്നുകൂടി ഞാൻ പറയുന്നു. അവർ ഇപ്പോൾ നേരിട്ട് ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ പൂർണ്ണമായി സ്വീകരിച്ചവരാവണമെന്നില്ല, പക്ഷേ ആ വഴിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ആ ഘട്ടത്തിലാണ് മഞ്ഞ സാരിയുടുത്ത് ഇവിടെ നിന്ന് ഈ മീനാക്ഷി ലേഖി പറഞ്ഞ മുദ്രാവാക്യം ഏറ്റുവിളിക്കാതിരിക്കാനുള്ള ജനാധിപത്യ മര്യാദയും ജനാധിപത്യ അവകാശവും ഉയർത്തിയ ആ അധ്യാപികയ്ക്ക് പിന്തുണയേറുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സമ്മർദ്ദത്തിൽ രാഷ്ട്രീയമുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ സമ്മർദ്ദം കേരളത്തിൽ മാത്രമുള്ളതല്ല. അടുത്ത കാലത്ത് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടായിരുന്നു. മണിശങ്കർ അയ്യരുടെ മകൾക്ക്, സുന്യ അയ്യർക്ക്, സ്വന്തം റെസിഡൻസ് അസോസിയേഷൻ്റെ സമ്മർദ്ദം നേരിടേണ്ടി വരുന്നു. അവർ ഒന്നുകിൽ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ അവർ പങ്കുവെച്ച സാമൂഹിക മാധ്യമത്തിലെ പോസ്റ്റ് പിൻവലിച്ചു മാപ്പ് പറയുകയോ അതല്ലെങ്കിൽ അവർ ആ റെസിഡൻസ് അസോസിയേഷൻ വിട്ടുപോവുകയോ ചെയ്യണം എന്ന് റെസിഡൻസ് അസോസിയേഷനാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ആരാണ് സാർ റെസിഡൻസ് അസോസിയേഷൻ? നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വേസ്റ്റും മാലിന്യവും ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന, നിങ്ങളുടെ വീട്ടുകാരെല്ലാവരും കൂടി ചേർന്നിരിക്കുന്ന ഒരു ഫോർമലായി, ഒരു ഇൻഫോർമലായിരിക്കുന്ന ഒരു അസോസിയേഷൻ. ആ അസോസിയേഷനാണ് സമ്മർദ്ദം ചെലുത്തുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് റെസിഡൻസ് അസോസിയേഷൻ സമ്മർദ്ദം ചെലുത്തുന്നു നമ്മളുടെയൊക്കെ ദേശഭക്തിയും രാമഭക്തിയും കാണിക്കാൻ. മറ്റൊരു വശത്ത് തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയുടെ പ്രതിനിധിയായി, മന്ത്രിയായി, വിദേശകാര്യ സഹമന്ത്രിയായി വന്ന ഒരാൾ നമ്മളോട് ആവശ്യപ്പെടുന്നു ഞാൻ രാജ്യഭക്തി കാണിക്കണമെന്ന്. സൗകര്യമില്ല എന്നതാണ് അതിൻ്റെ ഉത്തരം. സമ്മർദ്ദത്തിന് രാഷ്ട്രീയമുണ്ടോ എന്ന ചോദ്യത്തിന് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ മറുപടി. Meet the editors.